നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച ഓസ്ട്രിയയിൽ ജീവിക്കുന്ന മലയാളി കപ്പിൾസാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ആ ചർച്ച ഇവിടെ തുടരുകയാണ്. എൻ്റെ പേര് ഷോജി. ഞാനിവിടെ വന്നിട്ട് 18 വർഷത്തോളമായി. ജീവിതം പറയുകയാണെങ്കിൽ നന്നായി പോകുന്നു. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ ഞാൻ ഒത്തിരി ഇങ്ങനെ ഡ്രീംസ് കാണുന്നൊരു ആണ്. ഇവിടുത്തെ പല നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല? ഞാൻ പലപ്പോഴും ഇവിടെ പല മന്ത്രിമാർ വരുമ്പോഴും പല കൺസ്ട്രക്ടേഴ്സ് വരുമ്പോഴും ഇതെല്ലാം ഞാൻ അവരോട് പറയുന്നു. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. റെയിൽവേ ട്രാക്കിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തുകൊണ്ട് പാർക്ക് ആൻഡ് റൈഡ് എന്നുള്ള രീതിയിൽ 10 നിലയോ 15 നിലയോ പണിതുകൂടാ? അതുപോലെ തന്നെ വീട് പണിയാൻ വേണ്ടി റോഡ് നമ്മൾ NH47 അല്ല, ഇത് 30 മീറ്ററേ പാടുള്ളൂ എന്ന് പറയുന്നു. അത് ശരിയായിരിക്കാം. ഒരു നാട്ടുകാരന് 30 മീറ്റർ വീതി കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള വീടുകളെല്ലാം പോകുന്നു. അവർക്ക് താമസിക്കാൻ ഇപ്പോൾ കൊരട്ടിയിലുള്ളവനോട് പറയുകയാണ്, നിങ്ങൾ പോയി ഇനി നാളെ ചാവക്കാട് താമസിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നവനോട് നാളെ പോയിട്ട് നീ മലമുകളിൽ താമസിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇതിന് പോസിബിലിറ്റി ഉണ്ട്. അതേ റോഡിൻ്റെ മുകളിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് പോലെ, എൻ്റേതായ പുതിയ കണ്ടുപിടുത്തമല്ല, അതുപോലെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഇതാണ്. ഈ ചിന്തകൾ കൊണ്ട് എൻ്റെ ഭാര്യ എപ്പോഴും ഇതുവരെ എല്ലാവരും നല്ല ഭാര്യകളും നല്ല ഭർത്താക്കന്മാരായി നടക്കുമായിരുന്നു. ഞാൻ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ വഴക്ക് കൂടാറുണ്ട്. നാട്ടിൽ റെയിൽവേയുടെ മുകളിൽ 5 നില കെട്ടിടം കെട്ടാത്തതിന് ഭാര്യയും ഭർത്താവും വഴക്ക്. തീർച്ചയാണ്, സത്യമാണ്. കാരണം മറ്റുള്ളവൻ്റെ വേദനയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടും? സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു ബില്ല് അടയ്ക്കേണ്ട കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ബില്ല് അടയ്ക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. അല്ല, എനിവേ, അത് ഇത് എവിടെയെങ്കിലും ഒക്കെ പറയണമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പറയാം. അല്ല 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 ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കല്ല പറയാൻ. അല്ല, പക്ഷേ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാളുണ്ടല്ലോ, അത് അവിടെ പോയി പറയാമെന്ന് പറഞ്ഞു വന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പല കൺസ്ട്രക്ഷൻസും നടക്കുന്നത് എന്തുകൊണ്ട് ഒത്തിരി കാലതാമസം വരുന്നു? എന്തുകൊണ്ട് മീഡിയ ഇതിൽ ഇടപെടുന്നില്ല? മീഡിയ ഇടപെടണമല്ലോ. ഞാൻ മന്ത്രിമാരെ കാണാൻ പറഞ്ഞേക്കാം, എല്ലാ റെയിൽവേ ലൈനിന്റെ മുകളിൽ 5 നില കെട്ടിടം കെട്ടണം. തീർച്ചയായിട്ടും നല്ലൊരു ഐഡിയ ആണ്. സമ്മതിച്ചു. ഇത് പറഞ്ഞ് വീട്ടിൽ പ്രശ്നം വേണ്ട. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇദ്ദേഹത്തിന് ഇത് വലിയ സ്വപ്നമാണല്ലോ. ഇനി ഞാൻ പറയണ്ടല്ലോ കാര്യം. അല്ല, ഇപ്പൊ കാര്യം മനസ്സിലായി. പക്ഷെ എല്ലാ കാര്യത്തിലും ഒത്തിരി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളിലും ആരിപ്പം എന്തുണ്ടായാലും അത് വെരി ഗുഡ്. ഒരാൾ ചെകിടത്തടിച്ചാലും അതിനൊരു റീസൺ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് കാര്യത്തിലല്ലേ. അല്ല, അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? വഴക്ക് കൂടെ അല്ല, ഇത് വെറുതെയാണ് പറയുന്നത്. ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒന്ന് പോയി ബില്ലടച്ചിട്ട് വരൂ എന്നാണ് അവർ പറയുന്നത്, അല്ലേ? പിന്നെ വീട്ടിൽ കുക്ക് ചെയ്യില്ല എന്നൊരു പോരായ്മ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും കുക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടല്ല, പുള്ളിക്കാരത്തി ഉണ്ടാക്കുന്നത് നന്നായി, വളരെ. ഞാനൊരു ഭാഗ്യവാനാണ്. തീറ്റയില് നല്ല പ്രിയനുമാണ്. നന്നായിട്ട് ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും. അതുകൊണ്ടാണ്. നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ സുഖമല്ല കിടക്കുക, വൈഫ് സുഖമല്ല കിടക്കുക, പാത്രമൊന്നും കഴുകാതെ അവിടെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കഴുകി വെച്ചുകൂടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു ദിവസം കഴിയാ ജീവിതകാലം മൊത്തം കഴുകണം. അതുപോലെ കുക്ക് ചെയ്ത് തുടങ്ങിയാൽ ഇനി പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചാൽ കുക്ക് ചെയ്യാത്തത് ഇല്ല. അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും. ബാക്കി ഫുൾ സപ്പോർട്ടീവ് ആണ്. അല്ല, ഒരു വീട്ടിൽ കുക്കിംഗ് മാത്രമല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങൾ അതൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആണ്. ഒരു കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ കുറച്ച് പേര് പറഞ്ഞു, പിള്ളേര് അല്ലെങ്കിൽ നാടും നല്ലതാണ്. ഇവിടെ എവിടെയായാലും, നമ്മൾ ഏത് നാട്ടിലായാലും ഷെയർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞു ഭാര്യയും ഭർത്താവും മാത്രമല്ല ഷെയർ ചെയ്യേണ്ടത്, സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ നമുക്ക് ഒത്തിരി കടമകളുണ്ട്. പലപ്പോഴും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന മനോഭാവം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ഒത്തിരി നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കേണ്ടതും അതനുസരിച്ച് കേൾക്കുക മാത്രമല്ല, ഇന്നിപ്പോൾ ഒരാൾ വീണപ്പോൾ അയാളുടെ അടുത്ത് ചെല്ലാതെ ഇരിക്കുന്ന ഒരു മനോഭാവമാണെങ്കിൽ, ഇവിടെ ഒരു ജർമ്മനിയിലൊരു ഷോ ഉണ്ട്. അതും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. 2 പേര് സ്ട്രീറ്റിൽ പോകുന്നു,
ഒരാൾ മറിഞ്ഞു വീഴുന്നു. അത് ജസ്റ്റ് അഭിനയിക്കുകയാണ്. അയാളെ തൊടാനായിട്ട് 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീഴുന്നത്. പിന്നെ ഒരു പെൺകുട്ടീനെ കയറി പിടിക്കുന്നു. ഇതെല്ലാം ഷോ ആയിട്ട് കാണിക്കുകയാണ്. പക്ഷെ ആരും പിടിക്കുന്നില്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇത് ഇവിടെയും നടക്കുന്നുണ്ട്, ഇവിടെയും ആരും തൊടുന്നില്ല. ചിലപ്പം വിചാരിക്കും അത് അവരുടെ ഫ്രണ്ട്സാണ്, അവർ തമ്മിലുള്ള വഴക്കിൽ ഞങ്ങളെന്തിനാണ് ഇടപെടുന്നത്. പക്ഷെ നമ്മുടെ മകളായിരിക്കാം, നമ്മുടെ അപ്പനായിരിക്കാം എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു ധാരണ. എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇത് നല്ല മനുഷ്യനാണ് കേട്ടോ, എന്നെ നന്നാക്കാൻ നോക്കേ. എൻ്റെ പേര് മനോജ്, തൃശ്ശൂർ എന്ന് പറയുന്നതാണ് കേരളത്തിന്. എനിക്ക് തോന്നുന്നത് വളരെ കൺഫ്യൂസ്ഡാണ് ഈ പ്രവാസി എന്ന് പറയണത് തന്നെ. നിർഭാഗ്യവശാൽ ആ ഒരു കൺഫ്യൂഷനിൽ തന്നെ മരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു. അല്ല, ഒരു സഫർ ചെയ്യുന്ന ഒരു ജനറേഷനാണ് അവർ പ്രവാസികൾ എന്ന് പറയണത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ എത്രയൊക്കെ ഇവിടെ നല്ലതാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നാട്ടിൽ നല്ലതാണെന്ന് പറഞ്ഞാലും ആ ഒരു കൺഫ്യൂഷനിലൊക്കെ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആദ്യം പറഞ്ഞത് തന്നെ. നമുക്ക് എപ്പോഴും കുറെ കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ തീരേണ്ട ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ നാട്ടിൽ പോയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, ഇവിടെ ആയാലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു തീരുമാനം എടുക്കണം, നമ്മളിവിടെയാണ് എന്ന് പറഞ്ഞാലോ. അങ്ങനെ തീരുമാനം എടുത്താലും എവിടെയൊക്കെയോ ഒരു ചെറിയ നമ്പർ ഉണ്ടായിരിക്കും. അത് സെക്കൻഡ് ജനറേഷൻ ആ പ്രശ്നം ഉണ്ടാവില്ല, നമുക്കേ ഉണ്ടാവത്തുള്ളൂ. പ്രവാസി എന്ന് പറയണ ഒരു, അതുകൊണ്ട് വെറുതെ അങ്ങനെ ചിന്തിക്കണ്ട, എന്തിനാ വിഷമിക്കുന്നത്. അപ്പോ ഇവിടെ ആരോ പറഞ്ഞില്ലേ, സാഹചര്യങ്ങളനുസരിച്ച് മാറുക, അപ്പോഴെപ്പോഴും കണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക പ്രവാസികൾ. അതാണ് ഏറ്റവും പ്രാക്ടിക്കൽ എന്നുള്ളത്. ഇവിടെ നിന്ന് അടിച്ചോടിക്കുന്നവരെ ഇവിടെ തന്നെ നിൽക്കുക. അതെ. എങ്ങനെ പോകുന്നു ഓസ്ട്രേലിയയിലെ ജീവിതം? ഓസ്ട്രേലിയയിലെ ജീവിതം വളരെ സുഖമായിട്ട് പോണു. ഞാൻ നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ വേറൊരു രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സുഖകരമായ ജീവിതം കിട്ടുന്ന ഇതുപോലൊരു രാജ്യം വേറെ ഉണ്ടാവില്ല. കുടുംബജീവിതത്തിനും ഇവിടെ എന്തിനും വളരെ, കുട്ടികൾക്കാണെങ്കിലും യാത്ര ചെയ്യുന്നതിനും ഒക്കെ വളരെ ഫ്രീഡം. ഇതുപോലൊരു വളരെ മനോഹരമായ ഒരു സിറ്റി, വിയന്ന സിറ്റി, അവിടെ ജീവിക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് സ്റ്റീഫൻ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. നമ്മളൊരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. എപ്പോഴും ഈ സന്തോഷമൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഈ പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഒരു ജോലി പ്രശ്നമായിരുന്നു. ഇവിടെ ജോലി എന്നുള്ളത് വളരെ പ്രതിസന്ധിയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ എത്തിയപ്പോഴാണ് ഇത്രയും സന്തോഷത്തോടുകൂടി എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ വന്ന സമയങ്ങളിൽ ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്ന സമയങ്ങളും നമുക്കുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും നമുക്ക് നാട്ടിൽ പോകണം എന്നുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരിക്കലും നടപ്പിൽ വരുന്നില്ല. എപ്പോഴും ഇവിടെ വന്ന സമയങ്ങളിൽ തന്നെയും നാട്ടിൽ പോകണം എന്നുള്ള തീരുമാനം നമ്മൾ ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അതിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ തീരുമാനം എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെ മറ്റൊരു സ്ഥലങ്ങളിൽ, ഇപ്പം ഞാൻ യൂറോപ്പിൽ ഇവിടെ ഓസ്ട്രേലിയ മാത്രമേ വന്നിട്ടുള്ളൂ, മറ്റുള്ള ഒരു രാജ്യത്തും ജീവിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ളവർ പറയുന്ന അറിവ് വെച്ച് നോക്കുമ്പോൾ വളരെ സമാധാനപരമായ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എനിക്ക് 2 പേരുണ്ട്, 2 മക്കളുണ്ട്. എത്ര വയസ്സൊക്കെ ആയി? മൂത്തവൾക്ക് 19 വയസ്സ്. അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും അവർ നാട്ടിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവരെ കുറിച്ചുള്ള ആങ്സൈറ്റീസ് നമുക്ക് ഒത്തിരി ഉണ്ട്. കാരണം അവരുടെ ഭാവിപരമായിട്ട്
അവരുടെ എഡ്യൂക്കേഷൻ, ജോലി എന്നുള്ളത് മാത്രമല്ല, അവർ വിവാഹപ്രായമാകുമ്പോൾ വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ, അതിലൊരു കൾച്ചറൽ ഡിഫറൻസ്, ഒരുപക്ഷെ നാട്ടിൽ നിന്ന് വിവാഹം കഴിക്കണമോ, അത് ഇവിടെയുള്ള ആളുകൾ വിവാഹം കഴിക്കണമോ എന്നുള്ള അതിനകത്ത് പാരൻസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത്ര നാട്ടിൽ നടക്കുന്ന പോലെ ഒരു വിവാഹ കാര്യങ്ങളിലൊന്നും അത്ര എളുപ്പത്തിൽ ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല. കാരണം ഈ കൾച്ചറൽ ഡിഫറൻസാണ് പരിധിവരെ അതിനുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ നാട്ടിലുള്ളവരായിരിക്കാം, പക്ഷേ ഈ കുട്ടികൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം നമ്മളെ പേരൻസ് പറഞ്ഞാലും നമുക്കാണ് നമ്മളെ കുട്ടികളുടെയും അവരുടെ ജീവിത രീതിയും അറിയാവുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതായിരിക്കും തോന്നുന്നു. നമ്മൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് നമുക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയും ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയും ഒരു വിഷമമുണ്ട്. സ്റ്റീഫ അവസാനം പറഞ്ഞ പോലെ കുട്ടികളുടെ താല്പര്യങ്ങൾ നമ്മളെല്ലാം അവർക്കത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. പാരൻസ് എന്നുള്ളതിൽ നമ്മൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അല്ല, നേർവഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉത്തരവാദിത്തമാണ് ശരിക്കും. പക്ഷെ നമ്മുടെ അഭിപ്രായങ്ങൾ ഇതാണ് ശരിയായ വഴി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പാരൻസ് തന്നെ അതാത് സമയത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികളെ. അല്ലാണ്ട് നമ്മൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. എങ്കിലും ഇവിടുത്തെ കൾച്ചറിൽ നമ്മുടെ മക്കൾ വളരുമ്പോൾ ഇവിടുത്തെ നല്ല കാര്യങ്ങൾ, ഇവിടെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, അതോടൊപ്പം ചീത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ നേരായ വഴിയിൽ അതേപോലെ സ്വീകരിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ അഭിപ്രായങ്ങളും സ്വീകരിച്ച് നടക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. അത് ജീവിതം നന്നായിട്ട് സുഖമായിട്ട് തന്നെ പോകാവുന്നതുള്ളൂ കുട്ടികൾക്കാണെങ്കിലും. നമ്മളും കുട്ടികളും തമ്മിൽ ഒത്തിരി ഫ്രണ്ട്സ് പോലെയുള്ള ജീവിതത്തിൽ നമ്മൾ പാരൻസിന് ചിലപ്പോൾ അതിലൊരു നല്ല ഭാഗം വഹിക്കേണ്ടി വരും. നമ്മൾ ഒത്തിരി അപ്പൻ അമ്മ അല്ലെങ്കിൽ അച്ഛനമ്മ വടി പിടിച്ച് നിൽക്കണം. നമ്മുടെ കുട്ടി പ്രായത്തിൽ നമ്മളങ്ങനെയാണ്. നമ്മൾക്ക് നമ്മുടെ പാരൻസിന് കാണുമ്പോഴുള്ള ആ റെസ്പെക്റ്റ്, എഴുന്നേറ്റ് അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഇന്നത് പറയാൻ പാടുള്ളൂ, ഇന്നത് പറയാൻ പാടില്ല എന്നുള്ള ആ രീതിയൊന്നും നമുക്ക് പറ്റില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് അവരുടെ ഫ്രീഡം, അതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ നല്ല ഫ്രണ്ട്സ് ആവേണ്ട പല സാഹചര്യങ്ങളുണ്ട്. എന്നാലാണ് നമ്മൾക്ക് അവരിൽ ആ ഒരു വിശ്വാസം, മക്കൾക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകൾ, അവരുടെ അവർക്ക് പറയാൻ പറ്റാത്തതും പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവർ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ നമ്മളോട് അത് പറഞ്ഞ് അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ ആ നിലയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണമെങ്കിൽ അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അവർ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ നമ്മളോട് ഒരിക്കലും പറയില്ല. പക്ഷേ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല രാജ്യമാണ് നമ്മളിവിടെ. ഇത്രയും സുരക്ഷമായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ ഒരു സ്ഥലത്തില്ല. അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകണം. ഓസ്ട്രേലിയ മലയാളികളുടെ കുടുംബജീവിതത്തിൽ കേട്ടിടത്തോളം നമ്മളും സന്തുഷ്ടരാണ്. ആർക്കും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മക്കൾ എല്ലാം ഏതാണ്ട് വിവാഹപ്രായമായി വരുന്ന കുട്ടികളാണെന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും ചിന്തകൾ ആരുടെയെങ്കിലും മനസ്സിലൂടെ പോകുന്നുണ്ടോ? നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഈ ടോപ്പിക്കിൻ്റെ പേര് തന്നെ 45+ എന്നാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞങ്ങൾ പറയുന്നു 45+ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും തന്നെ ഇതിനകത്ത് 45 മുകളിലുള്ള ആൾക്കാരില്ല അല്ലേ? അല്ല, മുകളിലുണ്ട്, ഉണ്ട്. ഓക്കെ, 45+. സോറി, 45. ഞാൻ തോമാസിനെ ഓർത്തിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു 45. ഓക്കെ. അപ്പം ഇതിൻ്റെ മെയിൻ സംഭവം, നമ്മളുടെ ഒരു ടോപ്പിക്ക് നമ്മളിതിനകത്ത് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കളെല്ലാം 18 വയസ്സ്, 17 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് അങ്ങനെ കല്യാണ പ്രായത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. ആ കാലഘട്ടത്തിൽ വരുമ്പം നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, നമുക്ക് എന്തും ആഗ്രഹിക്കാം, മക്കളെ വഴിക്ക് പോകും. പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിലാണ് ആ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ മൂത്ത മകൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പം കല്യാണ പ്രായം മീൻസ് സമയമുണ്ട്, 2 വർഷം അല്ലെങ്കിൽ 3 വർഷം 4 വർഷം ഒക്കെ ചിന്തിച്ചു കൊടുക്കുന്ന സമയമായി. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മലയാളി കേരളത്തിൽ നിന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിലാവാം, അല്ലെങ്കിൽ ലണ്ടനിൽ നിന്നാവാം. ശ്രീകുമാറിനെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഈ കല്യാണമൊക്കെ ആലോചിച്ച് വരുമ്പം ഇത് കല്യാണം കെട്ടിക്കുന്നവർ ഇവരൊക്കെ വെയിറ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട്. പ്രിൻസ് പറഞ്ഞത് അല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മളെപ്പോഴും യൂറോപ്പിലെ മലയാളികൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചർച്ച എവിടെയെങ്കിലും വയ്ക്കാം. പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ വിളിച്ചിട്ട് പല രാജ്യങ്ങളും നമ്മൾ കാണിക്കാം. അത് നല്ലൊരു കാര്യമാണ്. യൂറോപ്പ് മലയാളി ജേർണലിൻ്റെ അടുത്ത ഒരു നല്ല കാര്യമാണ്. അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും. യെസ്, നല്ലൊരു ഐഡിയ. അപ്പം മലയാളി വേണമെന്നല്ലേ ഉള്ളൂ, കേരളത്തിൽ നിന്ന് തന്നെ വേണമെന്നില്ലല്ലോ. അല്ല, നമ്മൾ പാരൻസ് ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷെ അത് പിള്ളേർക്ക് അറിയത്തില്ല. എങ്കിൽ പോലും
നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവം. അത് ശ്രീകുമാർ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതുപോലെ ഒരു ചർച്ച വലിയൊരു എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളെ വിളിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം നല്ലൊരു കാര്യമാണ്. വിവാഹപ്രായമായ യൂറോപ്പിലെ മലയാളി കുട്ടികൾ എന്താണ് ഇതേക്കുറിച്ച്? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമാണ്. കാരണം ഞാൻ കോട്ടയം ഡയസിസ് പെട്ട ഒരാളാണ്. ഓക്കെ. അപ്പം ഞങ്ങളുടെ ഡയസിസിനനുസരിച്ച് ആ ഡയസിസിൽ നിന്ന് തന്നെ വേണം എന്ന് പറയുന്ന ഇത് സിസ്റ്റം ഉണ്ട്. ക്നാനായ പോരെങ്കിൽ ഞാനാണ് ഇപ്പോൾ അതിൻ്റെ ഭാരവാഹി കൂടിയാണ്. ഓക്കെ. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്താഗതി ഇല്ല. പക്ഷെ ഒരു ഭാരവാഹി എന്ന സ്ഥിതിക്ക് എനിക്കങ്ങനെ പറയാൻ പാടില്ല. ജീവിതം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ, മക്കളാണെങ്കിൽ അവർ കല്യാണം കഴിക്കുന്നവർ. ഓക്കെ. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കണം. എങ്കിലേ ആ ജീവിതം കൊണ്ട് സന്തുഷ്ടമാകത്തുള്ളൂ. കാരണവന്മാരുടെ നിർബന്ധം കൊണ്ടോ മറ്റ് മതങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ വിവാഹം കഴിച്ചിട്ട് ആ ജീവിതത്തിലൊരു പ്രയോജനമില്ല. സന്തുഷ്ടമായ ഒരു ജീവിതം വേണമെങ്കിൽ ആ കുട്ടികളുടെയും മാതാപിതാക്കളുടെ ഇഷ്ടാനുസരണം കുട്ടികളുടെ ഇതിന് നമ്മൾ ചില സാഹചര്യങ്ങൾ വഴങ്ങേണ്ടി വരും. അതുകൊണ്ട് കുട്ടികളുടെ പ്രയോറിറ്റി കൊടുക്കുക. പക്ഷേ നമ്മൾ മാതാപിതാക്കൾ നമ്മളുടെ സമുദായമോ കൾച്ചറോ അങ്ങനെയുള്ള ആ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ഇല്ല എങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ നമുക്ക് ഈ പ്രവാസികൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കണക്ക് പ്രവാസ ജീവിതത്തിൽ നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള കുറേ ചിന്തകളും നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നു അല്ലേ? താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ കുട്ടികളെ, എൻ്റെ മോന് 21 വയസ്സായി, മോൾക്ക് 18 വയസ്സായി. ഒരു മലയാളി കുട്ടിയെ കല്യാണം കഴിക്കും എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുന്ന മാതാപിതാക്കളാണ് ഇവിടെ മിക്കവാറും ഉള്ളവർ. ഞാനും അതുപോലുള്ള തന്നെയുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുന്ന ആളാണ്. മിക്കവാറും നടന്നിരിക്കും. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ പറയുന്നത് പോലെ പോകുന്നുണ്ട്. ഭാവിയിലും അങ്ങനെ ഉള്ള വിചാരത്തിലിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ ശ്രീകുമാറിനോട് പറഞ്ഞായിരുന്നു, മിസ്റ്റർ ശ്രീകുമാറിനോട് നേരത്തെ പറഞ്ഞായിരുന്നു, 15 വർഷമായിട്ട് സ്കൂളിൻ്റെ ഡയറക്ടറാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് കുട്ടികളും വളരുന്നത്. അവർ ഒരു സുപ്രഭാതത്തിൽ അത് കാണുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ, ഞാൻ പബ്ലിക്കിൻ്റെ പല ആക്ടിവിറ്റീസിനകത്തും പള്ളി കമ്മിറ്റിയിലും എല്ലാം പ്രവർത്തിക്കുന്ന ആളാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങളിലെല്ലാം ഇവിടെ 1-2 പേര് പറഞ്ഞു നമുക്ക് അതിനുള്ള ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. അത് വളരെ തെറ്റാണ്. നമുക്ക് പ്രവർത്തിക്കാൻ മേഖലകൾ തുറന്നു കിടക്കുകയാണ് വിയന്നയിൽ. നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക. അല്ലാതെ അത് കണ്ടില്ല, അതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥമില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. മേഖലകൾ പലതുണ്ട്, കൾച്ചറൽ സൊസൈറ്റികൾ പലതുണ്ട്, പിന്നെ അസോസിയേഷനുകൾ പലതുണ്ട്, ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഉണ്ട്, മലയാളം സ്കൂളുണ്ട്, വേദപാഠം പഠിപ്പിക്കുന്നിടത്തുണ്ട്. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കാനുള്ള മേഖലകളുണ്ട്. മനസ്സിലായി. അത് തുറന്നു കിടക്കുകയാണ്. അല്ല, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ എപ്പോഴും പെൺകുട്ടിയുടെ അടുത്തല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനാണ് 2 പിള്ളേരെയും കൂടുതലും നോക്കിയത്. അതായത് ഭാര്യ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ആളാണ്. അന്നേരപ്പോഴും സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാനാണ്. ഇപ്പോഴും ഞാൻ ആ പിള്ളേരുടെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ. അല്ല, ഇപ്പോൾ വിവാഹപ്രായമാകുന്ന മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ആൺകുട്ടികൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുകയും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഫ്രീഡം കുറച്ച് ടൈറ്റാക്കി ചെയ്യുന്നുണ്ട്. ഇപ്പം പെൺകൊച്ച് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൺസേൺ ഉണ്ട്. അതേസമയം അവൻ വണ്ടിയുമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത്ര കൺസേൺ അല്ല. അതിൽ അവർക്ക് പ്രതിഷേധം കാണിക്കാറുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ഇൻ്റർനെറ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സാമാന്യ സ്പീഡിൽ എല്ലാ ചാനലുകളും നല്ല പിക്ചറും നല്ല സൗണ്ടിലും നിങ്ങളുടെ ടെലിവിഷനിൽ തന്നെ കാണാവുന്ന സെറ്റപ്പ് ബോക്സുകളുണ്ട്. യുകെയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രാവൽ ഏജൻസി ആനന്ദ് ട്രാവൽസ്. 29 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ആനന്ദ് ട്രാവൽസ്. ഞങ്ങൾക്ക് 21 വയസ്സായ മകനാണുള്ളത്. ആളെക്കുറിച്ച് ഞങ്ങളും ചിന്തിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണം.
പക്ഷേ ഞങ്ങളുടെ രണ്ടാളുടെ മനസ്സിലും കിടക്കുന്നത് ഏതെങ്കിലും ഇന്ത്യക്കാരി, അതല്ലെങ്കിൽ കേരളത്തുകാരി, അതല്ലെങ്കിൽ തൃശ്ശൂർക്കാരി, അത്രയ്ക്ക് അടുത്തടുത്താ. കൂടുതൽ ഇന്ത്യക്കാരി എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കും എന്നാ അത് കേരളത്തുകാരി ആയിക്കോട്ടെ. കേരളത്തുകാരി ആയി കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരായി. എന്തുകൊണ്ട് തൃശ്ശൂർ ആയിക്കൂടാ? കാരണം എന്തുകൊണ്ടോ തൃശ്ശൂരിനോട് ഒരല്പം ഉണ്ട് ചായ്വ് കൂടുതൽ, മമത കൂടുതൽ. അത് നമ്മൾ ജനിച്ചു വളർന്നത് കൊണ്ടും പിന്നെ തൃശ്ശൂരിന്ന് കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെയുള്ള കൾച്ചറൊക്കെ പഠിച്ചു വരുമ്പോൾ അവർ ചിന്തിച്ചു പോവും കേരളവും ഈ നാടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഭയങ്കര കൂടുതലായിട്ട് അവർക്ക് തോന്നിക്കും. അതെ. പക്ഷേ വയസ്സ് കൂടും തോറും ഇപ്പം 21 വയസ്സ്, 18 വയസ്സിലുള്ള ചിന്തയല്ല 21 വയസ്സിൽ വരുന്നത്. കുറച്ചൊക്കെ കേരളത്തിനോട് അറ്റാച്ച്മെന്റ് കൂടും. അപ്പോൾ സാവധാനം ഒരു 10-25 വയസ്സാകുമ്പോൾ ഒരു പക്ഷേ തൃശ്ശൂരിൽ നിന്ന് തന്നെ കല്യാണം എന്നുള്ളൊരു ആഗ്രഹത്തിരിക്കുകയാണ്. മനസ്സ് മാറുന്നു തോന്നുന്നു. അതുകൊണ്ട് മനസ്സിൽ എവിടെയൊക്കെയോ ഒരു ഹോപ്പുണ്ട് കൂടി തുടങ്ങി. പറയാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞങ്ങളുടെ യൂറോപ്പ് മലയാളി ജേണൽ അല്ലാതെ പിന്നെ എവിടെ പറയാം. ഞങ്ങളുടെ മകൻ വളരെ തൃശ്ശൂർ ചൊവ്വയിൽ തന്നെയാണ്, ആ തനിമത്തത്തിൽ തന്നെയാണ് വളരുന്നത്. എന്ത് തൃശ്ശൂർ ഭാഷയിൽ എന്തു പറഞ്ഞാലും ആ ചൊവ്വയോടുകൂടി അവന് സംസാരിക്കാനും അതാണ് അവൻ. എന്നിട്ടും അവന് സ്കൂൾ ലൈഫിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞു മാമ തൃശ്ശൂർ മലയാളം പഠിപ്പിച്ച് ഞാൻ കൊണ്ടുവരും. അതിലവൻ തോറ്റു. പിന്നെ നമുക്ക് തനതായ ഒരു ഭക്ഷണ കൾച്ചറുണ്ട്. നമ്മുടെ എല്ലാ സന്തോഷവും ഫ്രണ്ട്സായിട്ടും ഗ്രൂപ്പായിട്ടും നമ്മൾ പങ്കുവയ്ക്കുക, നമ്മുടെ കൾച്ചർ കാണിക്കുക നമ്മുടെ ഭക്ഷണത്തിലാണ്. അവിടെ അവന് പിഴച്ചു. പിന്നെ നമ്മുടെ മത ആചാരം, അത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ കുർബാന, അവിടെയും നമ്മൾ കൊണ്ടു നടക്കുന്നത് നമ്മുടേതായ തനിമത്തങ്ങളാണ്. അപ്പം അതിലവൻ കൊണ്ടുവന്നു, അവിടെയും അവൻ തോറ്റു. പിന്നെ നമ്മുടേതായ ബർത്ത്ഡേ പാർട്ടി, നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളിലൊക്കെ ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് നീ കാണിക്കണം, ഇതാണ് ഞങ്ങൾ. ഇത് ജീവിക്കാൻ പറ്റാത്തൊരു കുട്ടിയെ നീ കല്യാണം കഴിച്ചാൽ അത് പിരിയും. അവിടെ കൊണ്ടുവന്നു, അതോടുകൂടി അത് തകർന്നു. അതാണ് ഇദ്ദേഹം പറഞ്ഞത്, ഇനി തൃശ്ശൂർക്ക് തന്നെ താങ്ക് യു. ഇത്തരം ചിന്തകളെന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ പ്രവാസികൾക്ക് ധാരാളം പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് മക്കളുടെ പ്രശ്നങ്ങൾ വരുന്നു. അത് കഴിയുമ്പോൾ വേറെ മകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെറുകുട്ടിയെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെറുകൊച്ചിന്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്ന് ആഫ്റ്റർ അന്നത് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസികൾക്ക് അല്ലേ. ഇവിടുത്തെ മലയാളി പറഞ്ഞൊരു കമൻറ്റ് ഞാൻ ആദ്യം തന്നെ പറയാം. ആദ്യം വന്ന കാലത്ത് അവരുടെ ആഗ്രഹം മകളെ ഇന്ത്യയിൽ നിന്ന് സ്വന്തം സമുദായത്തിൽ നിന്ന് കെട്ടിക്കണമെന്നായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞ് ആ ആഗ്രഹം മാറി. ഒരു മലയാളിയായാൽ മതി, ഏത് സമുദായമായാലും മലയാളി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് അത് മാറി ഓസ്ട്രിയയിൽ നിന്നുള്ള ഒരു മലയാളിയാണ് നല്ലതെന്നായി. അത് കഴിഞ്ഞ് ഇനി ഹിന്ദിക്കാരാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവസാനം ചെന്നെത്തിയത് ഒരു പെണ്ണിനെ കെട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തി. പിന്നെ ഇനി എനിക്കൊരു മകനുണ്ട്, 19 വയസ്സായി. അവൻ കൂട്ടുകാരുമായിട്ട് കറങ്ങി അടിച്ച് നടക്കുക, പല സമയത്ത് വരും. അപ്പം ഞാൻ അവനോട് പറഞ്ഞാൽ നീ ഒരു പെണ്ണുമായിട്ട് 21 വയസ്സാകുമ്പോൾ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ അവനോട് പറഞ്ഞാൽ നിനക്കൊരു കൂട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോരെ. പക്ഷെ അവൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല, കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് നടക്കുക. 19 വയസ്സായിട്ടുള്ളൂ. കൂട്ടുകാരാണ് ഇപ്പോഴത്തെ ഇത്. ഞാൻ പറഞ്ഞു നിനക്കൊരു കൂട്ടുകാരത്തി ഉണ്ട്, ഒരു കുഴപ്പമില്ല, നീ വീട്ടിൽ കൊണ്ടുവരാം, നീ വീട്ടിൽ കാണുന്ന നിനക്ക് സമാധാനം, പുറത്ത് കറങ്ങുന്നതിനേക്കാൾ സമാധാനം അതാന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്ഥിതി. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളും പ്രവാസികൾക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ് കാലം കഴിയും തോറും. ഈ പ്രശ്നം പ്രവാസിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ചോദ്യം, ഈ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. പ്രവാസിക്ക് മാത്രമുള്ള പ്രശ്നമല്ല ഇത് കേരളത്തിൽ നിന്നല്ല, ഈ ലോകം മുഴുവനുള്ള ഒരിതാണ്. പക്ഷേ എനിക്കൊരു മകളുണ്ട്, ഒരു മകനുണ്ട്. ഈ മകളോടും മകനോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ ജീവിതവും എൻ്റെ കൾച്ചറും എൻ്റെ സംസ്കാരവും നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ഈ പകർന്നു കൊടുത്തിട്ട് അവരെന്ത് തീരുമാനിക്കുന്നു അവിടെയാണ് നമ്മുടെ കാര്യം. അല്ലാതെ നിങ്ങളുടെ മകൻ, എൻ്റെ മകൻ പറയാണ് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നു, അതല്ല, അവൻ പെണ്ണിനെ കൊണ്ടുവന്നോട്ടെ, പക്ഷേ നമ്മുടെ സംസ്കാരം അനുസരിച്ച് അവൻ പെണ്ണിനെ കൊണ്ടുവരും. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതല്ല, ഇൻഡയറക്റ്റ് അല്ല,
അവൻ ഇപ്പം ലോകത്തെല്ലാ സ്ഥലത്തും 18 വയസ്സാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് ഞാൻ സ്വീകരിക്കും. അല്ലാതെ നമ്മൾ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ 17 വയസ്സായവർക്കും കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരാം. അതെ അതെ. പക്ഷേ ഇവിടുത്തെ 17 വയസ്സായ ഒരു കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ നിയമവശങ്ങൾ എന്താണ് എന്നുള്ളത് ഇവിടുത്തെ പലർക്കും അറിയില്ല. പക്ഷേ ആ നിയമവശങ്ങൾ അറിഞ്ഞാൽ ഈ 17 വയസ്സുള്ള പയ്യൻ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പറയും, മോനെ നീ ഇത് കൊണ്ടുവരരുത്, ഇത് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം മൊത്തത്തിൽ അവൻ്റെ ജീവിതമാണ് ബുദ്ധിമുട്ടാകുന്നത്. കാരണം 17 വയസ്സുള്ളൊരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പനെ അമ്മേനെയാണ് ഇവിടെ ശിക്ഷിക്കുന്നത്. അതിൻ്റെ ഫൈൻ കൊടുക്കുന്നത് അപ്പനും അമ്മയാണ്. പക്ഷെ അവന് 18 വയസ്സ് കഴിഞ്ഞ് കൊണ്ടുവന്നാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം അത് പകർന്നു കൊടുക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന എനിക്കറിയില്ല, അത് ഞാനൊരു 100% ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു 70% എൻ്റെ മകനും എൻ്റെ മകൾക്കും പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ വിജയിച്ചാൽ ഈ പറയുന്ന ചോദ്യത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ആ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ പലരും പറഞ്ഞ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ മതത്തിലും സംസ്കാരത്തിലുമുള്ള കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കേരളത്തിൽ കൂടുതലല്ലേ, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് പീപ്പിൾ കൂടുതലാണ്. ഇപ്പോൾ ഈ യൂറോപ്പിലുള്ള മലയാളികളുടെ കൺസേൺ അവർ പറയുന്നത് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിലുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനുള്ള എണ്ണത്തിൽ കുറവായതുകൊണ്ടാണ് ഇവർക്ക് വിഷമമുണ്ടെന്ന് പറയുന്നത്, കണ്ടുപിടിക്കാനായിട്ട്. അതല്ലേ പറയുന്നത്? നമ്മുടെ സംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അതിന് എത്ര മാതാപിതാക്കൾ ഇവിടെ സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. അത് വളരെ കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇവിടുത്തെ അവിയൽ, സാമ്പാർ, നമ്മുടെ അതുപോലെയുള്ള ഇന്ത്യൻ ഭക്ഷണങ്ങൾ അത് വളരെയധികം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ കുട്ടിക്ക് നമ്മൾ രാവിലെ എഴുന്നേറ്റ്, ഇപ്പം ഞാൻ രാവിലെ എൻ്റെ ഇത് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് 18 വയസ്സായി ആകാൻ പോവാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ അവളുടെ കൂടെ എഴുന്നേറ്റ് അവൾക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പം അവൾ വിചാരിക്കുമോ, എൻ്റെ അപ്പൻ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ കിടന്ന് ഉറങ്ങായേക്ക്, പക്ഷേ എഴുന്നേറ്റ് ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റേതായ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്നേഹം കൊടുക്കുമ്പോൾ 100% സ്നേഹം ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 40% സ്നേഹം തിരിച്ചു കിട്ടിയാൽ മതി. നമ്മുടെ ഈ ചോദ്യം ഇവിടെ ഇതായി വളരെ വളരെ അപ്രസക്തമാവും. ഓക്കെ, ഓസ്ട്രിയയിൽ വന്നിട്ട് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരെയും നമ്മുടെ കുടുംബജീവിതത്തിൽ ഓസ്ട്രിയയിൽ ഇത്രയും ആൾക്കാരും ഇവിടെ ഉള്ള മറ്റു ആൾക്കാരും വളരെ ഹാപ്പി ആണ് അറിയാൻ കഴിഞ്ഞതിൽ യൂറോപ്പ് മലയാളി ജേണലിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലെയും പോലെ പ്രവാസികൾക്കുണ്ടാകുന്ന കുറച്ച് ചെറിയ ചെറിയ വിഷമങ്ങൾ, നമ്മുടെ നൊമ്പരങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അത് എല്ലാ പ്രവാസികൾക്കും ഉള്ളതാണ്, നമുക്ക് മാത്രമുള്ളതല്ല. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിച്ചതിൽ യൂറോപ്പ് മലയാളി ജേണൽ നന്ദി പറയുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.